ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ ഋതൂസ് ഫാമിലി വ്ളോഗ്. ഞാൻ അർച്ചന. ഞാൻ 2-3 ദിവസമായി യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ഷോർട്ട് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാനിങ്ങനെ പറയുന്നത് ശരിയല്ലേ അല്ലേ? നമുക്ക് ഫോർമലായിട്ടൊന്നും സംസാരിക്കേണ്ട, നമുക്ക് നോർമലായിട്ട് സംസാരിക്കാം അല്ലേ? ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ എങ്ങനെയാണോ വർത്തമാനം പറയണത്, ഞാനിപ്പോൾ എല്ലാവരോടും എങ്ങനെയാണ് വർത്തമാനം പറയണത്, നമുക്കതുപോലെ വർത്തമാനം പറയാം അല്ലേ? നമുക്കിപ്പോൾ എന്തിനാണ് ഫോർമലായിട്ടൊക്കെ സംസാരിക്കണം? പിന്നെ നമ്മുടെ ഒരു ഫാമിലി വ്ളോഗാണ്. ആ ചാനൽ നല്ല രീതിക്ക് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അത് ഭയങ്കരമായി എനിക്ക് ആഗ്രഹമാണ്. അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യണം പറഞ്ഞിട്ട് കുറേ ആയി ഞാൻ വിചാരിക്കുന്നു. കുറേ വർഷങ്ങളായിട്ടാണ്, 1-2 വർഷമൊക്കെ ആയി ഞാൻ സ്റ്റാർട്ട് ചെയ്യണം പറഞ്ഞിട്ട്. ഈ സ്റ്റാർട്ട് ചെയ്യണം പറഞ്ഞിട്ട് വിചാരിക്കല്ലാതെ വേറെ പ്രത്യേകിച്ചൊരു കാര്യമൊന്നുമില്ല. സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ഞാൻ വീഡിയോസ് ഇങ്ങനെ എടുക്കും. എവിടെയെങ്കിലും പോകുമ്പോൾ നല്ല നല്ല കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ വീഡിയോസൊക്കെ എടുക്കും, എല്ലാം എടുക്കും. അത് ഹായ് ഗായ്സ്, ഹായ് ഗോയ്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ എടുക്കും. എന്തിന്? ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടാൻ, വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാൻ, അങ്ങനെയൊക്കെ എടുക്കുക. അപ്പോഴേ എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം. പക്ഷെ എന്നോട് അങ്ങനെ ആരും പറഞ്ഞിട്ടൊന്നുമില്ല സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയൊന്നും ഞങ്ങളാരും ചിന്തിക്കാറേ ഇല്ല യൂട്യൂബ് തുടങ്ങണം. ഞാനൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു 4 ദിവസമായി. ഇത് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ട്. മെയിൻ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ, മറ്റുള്ളവരെന്ത് വിചാരിക്കാം. രണ്ടാമത്തെ, നെഗറ്റീവ്സൊക്കെ വരില്ലേ. മൂന്നാമത്തെ, എനിക്കൊരു കുട്ടിയുണ്ട്. ഈ കുട്ടീനെ വെച്ചിട്ട് ഞാൻ എങ്ങനെ വീഡിയോസൊക്കെ ചെയ്യും. 4, നമ്മളെ കൊണ്ടൊക്കെ സാധിക്കും. നമ്മളൊക്കെ നാട്ടിൻപുറത്തുകാരല്ലേ, നമ്മളൊക്കെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് എന്ത് വിചാരിക്കും. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് എൻ്റെ മനസ്സിൽ. പിന്നെ എനിക്ക് ഈ എഡിറ്റിങ്ങിനെ കുറിച്ചൊന്നും അറിയില്ല, വലിയ ധാരണയൊന്നുമില്ല. അങ്ങനെ എഡിറ്റിങ് എനിക്കറിയില്ല. പിന്നെ നല്ല ഷൈ ടൈപ്പുള്ള ആളാണ് ഞാൻ. മര്യാദയ്ക്കൊരു ഫോട്ടോയ്ക്ക് പോലും ഞാൻ അങ്ങനെ എടുക്കാറില്ല. ഇപ്പോൾ കുറച്ചായിട്ടാണ് ഞാൻ ഫോട്ടോ എടുക്കുന്നത്. എനിക്കങ്ങനെ സ്റ്റാറ്റസ് ഇടാം, റീൽസ് ഇടാം. നമുക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ റീൽസ് ഇടാൻ വേണ്ടിയിട്ടൊക്കെ, റീൽസല്ല സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഇപ്പോഴാണ് കുറച്ചായിട്ടാണ് ഞാൻ ഫോട്ടോസ് എടുക്കുക. അല്ലാതെ ഞാനങ്ങനെ ഷൈ ടൈപ്പാണ്, അങ്ങനെ ഞാൻ എടുക്കാറില്ല. എന്നെപ്പോലെ പലരും ഉണ്ടാകും വിചാരിക്കുന്നുണ്ട്. ഞങ്ങളുടെ അടുത്തൊക്കെ ഉണ്ട് ഫോട്ടോ എടുക്കാറില്ല, ഒന്നും ഇഷ്ടമല്ല, അങ്ങനെ ഫോട്ടോ എടുക്കാൻ താല്പര്യമില്ലാത്ത കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോഴാണ് ഞാൻ കുറച്ചൊരു മാറ്റം വന്നതൊക്കെ എനിക്ക്. പിന്നെ അങ്ങനെ യൂട്യൂബ് ചാനൽ എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം വിചാരിച്ചു. എപ്പോൾ 2026 സ്റ്റാർട്ടിങ്ങിൽ ജനുവരിയിൽ തന്നെ എന്തായാലും ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കും പറഞ്ഞിട്ടൊക്കെ വിചാരിച്ചു. ജനുവരി കഴിഞ്ഞത്, അപ്പോൾ ഏപ്രിലായി. ഇപ്പോഴാണ് എന്നെ കൊണ്ടുപോയി ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത്. അതായത് നമ്മൾ പലരും ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിക്കും, അത് വിചാരിച്ചുകൊണ്ടിരിക്കും, പക്ഷെ നമ്മളത് ചെയ്യില്ല. പക്ഷെ ഇതേപോലെ വേറെ ആൾക്കാരുണ്ട് കേട്ടോ, ചെയ്യണം വിചാരിച്ച് അവരെന്തായാലും ചെയ്തിരിക്കും, അത് അപ്പം തന്നെ മുന്നോട്ടിറങ്ങണം. പല ആൾക്കാരും എനിക്കറിയാം. പക്ഷെ ഞാൻ ചെയ്യണം പറയലത്. പിന്നെ ആ ഒരു കാര്യം ഞാൻ പറയും, എനിക്ക് ചെയ്യണം അതപ്പം പറയും, അതോടെ കഴിഞ്ഞു. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുകയില്ല. പക്ഷേ യൂട്യൂബ് അങ്ങനെയല്ല കേട്ടോ. യൂട്യൂബ് കുറേ നാളായിട്ട് ചെയ്യണം ഭയങ്കര ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യണം ഭയങ്കര ആഗ്രഹമുണ്ട്. എങ്ങനെ തുടങ്ങുക ഒന്നും എനിക്കറിയില്ല. പിന്നെ ഞാൻ പല വീഡിയോസും കണ്ടിട്ടൊക്കെയാണ് എങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പഠിച്ചത് തന്നെ. എനിക്ക് മൊബൈൽ കയ്യിലുണ്ടെന്നേ ഉള്ളൂ, ഇതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. ഞാൻ പക്ഷേ കുറേ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഇടാൻ പറഞ്ഞിട്ടൊക്കെ ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്, നേരത്തെ എടുത്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം. ഏപ്രിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം പറഞ്ഞു. അങ്ങനെ ഏപ്രിൽ കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. അങ്ങനെയൊക്കെയാണ് ഞാൻ. പിന്നെന്താണ്, നിങ്ങളോട് കുറേ കാര്യങ്ങൾ സംസാരിക്കണമെന്ന് വിചാരിച്ചു. ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ എന്താ സംസാരിക്കേണ്ടതെന്ന് അറിയുന്നില്ല. മുന്നെയാണ് ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലൊക്കെ ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വോയിസ് ആണോ നല്ലത്, ഇപ്പം ഞാൻ ലൈവായിട്ട് വീഡിയോ എടുക്കണം, അപ്പോൾ ഇതാണോ നല്ലത്?
അതൊന്നും നിങ്ങൾ പറയണം കേട്ടോ. പിന്നെ നമുക്ക് നല്ല നല്ല കണ്ടൻറ്റൊക്കെ കൊണ്ടുവരാം. നമുക്ക് നല്ല നല്ല കണ്ടൻറ്റൊക്കെ കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫാമിലി വ്ളോഗുണ്ടോ, നമുക്ക് നമ്മുടെ വീട്ടിലുള്ള വിശേഷങ്ങളും നമ്മൾ പോകുന്ന കാര്യങ്ങളും നമുക്കതൊക്കെ കൊണ്ടുവരാം കേട്ടോ. പിന്നെ ഞാൻ ഈ പറയുന്ന ടോൺ ഇതൊക്കെ ശരിയാണെന്നൊന്ന് പറഞ്ഞു തരണം, എനിക്കറിയില്ല, അതുകൊണ്ട് എനിക്കൊന്ന് പറഞ്ഞു തരാം. ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. നന്നായി മുന്നോട്ട് പോകണം. നമുക്ക് നന്നായി മുന്നോട്ടൊക്കെ പോകണം. ഈ ചാനൽ നമുക്ക് നല്ല രീതിക്ക് തന്നെ നമുക്ക് കൊണ്ടുപോകണം. എന്താവുന്നൊന്നും അറിയില്ല, പക്ഷെ നമുക്ക് ശ്രമിച്ചാലല്ലേ അറിയുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല രീതിക്ക് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ താങ്ക് യു, ബൈ. നമുക്ക് നല്ല വീഡിയോസായി നമുക്ക് പിന്നെയും വരാം. ഓക്കെ ബൈ, സീ യു.